നമസ്കാരം. ഹെവൻലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മഹിമ സൂസൻ വർഗീസ്. പ്രധാന വാർത്തകൾ. ഹാബേൽ കൊലപാതകം, ജ്യേഷ്ഠൻ കൈൻ അറസ്റ്റിൽ. ഭാഷ അറിയാതെ ജനം ആശയക്കുഴപ്പത്തിൽ. മല്ലൻ ഗോലിയാത്ത് കൊലപാതകം, ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പന. ഹെവൻലി പാലസിൽ തീവ്രവാദിയുടെ നുഴഞ്ഞുകയറ്റം. ഇസ്രായേലിലെ പുരോഹിതനായ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ഹാബേലിന്റെ കൊലപാതകത്തിൽ കൈന് നേരിട്ട് പങ്കുള്ളതായി വെളിപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത കൈനെ നോദിലേക്ക് നാടുകടത്തി. തന്റെ സഹോദരനോടുള്ള അസൂയയാണ് കൊലപാതകത്തിന് കാരണം. വീടിനോട് ചേർന്നുള്ള വയലിലാണ് സംഭവം നടന്നത്. സംഭവ സ്ഥലത്തു നിന്നും സേറ നമ്മളോട് ചേരുന്നുണ്ട്. സേറ, എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊലപാതകം നടന്ന കൈൻ ഹാബേലിന്റെ വീട്ടിലാണ്. പുലർച്ചെ 4:30-ക്കായിരുന്നു സംഭവം. പെട്ടെന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് സ്വന്തം സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്. പുലർച്ചെ സംഭവം നടന്നതുമൂലം പ്രദേശവാസികൾ ആരും ആ സമയം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും ആ സമയത്തു തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നേനെ എന്നാണ് അധികൃതർ അറിയിച്ചത്. ഹെവൻലി ന്യൂസിനു വേണ്ടി സാറ. നന്ദി സേറ. BC 4000-കളിൽ നടന്ന അടുത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. ഭാഷ അറിയാതെ ജനം ആശയക്കുഴപ്പത്തിൽ. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ആയിരുന്നു സംഭവം. ഭാഷ മനസ്സിലാകാതെ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ഒരു ഗോപുരപ്പണി നടക്കുന്നയിടത്തായിരുന്നു സംഭവം തുടങ്ങിയത്. തുടർന്ന് പണി തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് ഓരോ ഭാഷ പറയുന്നവർ ഒത്തുചേർന്ന പല സ്ഥലങ്ങൾ ഇപ്പോൾ മാറി താമസിക്കുന്നതായി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ജോർദാൻ നദിയിലെ വെള്ളം 2ആയി പിരിഞ്ഞ് ചിറ പോലെ നിന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡയാന ലൈനിൽ ചേരുന്നു. ഹലോ മഹിമ, കേൾക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ജോർദാൻ നദിയുടെ അരികിലാണ്. സർവ്വഭൂമിക്കും നാഥനായന്റെ നിയമപ്പെട്ടകം ഓരോ ആൾ വീതം 12 ഗോത്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ജോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി നിന്നു. തുടർന്ന് പുരോഹിതന്മാർ ജോർദാനിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. റിപ്പോർട്ടഡ് ബൈ ഡയാന ഫിലിപ്പ്. നന്ദി ഡയാന. മല്ലനായ ഗോലിയാത്ത് കൊല്ലപ്പെട്ടു. ഗോലിയാത്തിന്റെ ദാരുണമായ മരണമാണ് സംഭവിച്ചത്. രാവും പകലും ഇസ്രായേലിനെതിരെ വെല്ലുവിളിച്ച ഗത്തിനായ ഗോലിയാത്താണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്യുന്നതിനായി അനീറ്റ നമ്മളോട് ലൈനിൽ ചേരുന്നുണ്ട്. ഹലോ മഹിമ, കേൾക്കാമോ? ഈ ഗോലിയാത്തിന് 6 മുഴം ഒരു ജാതി നീളമായിരുന്നു ഉണ്ടായിരുന്നത്. തലയിൽ താമര ശിരസ്ത്രവും 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമര കവചം ധരിച്ചിരുന്നു. കുറച്ചു നാളുകളായി ഗോലിയത്ത് ഇസ്രായേൽ രാജ്യത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് ദാവീദ് എന്ന പേരുള്ള ഒരു ബാലൻ ഒരു കല്ലെടുത്ത് ഗോലിയത്തിന് നേരെ എറിയുകയായിരുന്നു. തക്ഷണം കൊല്ലപ്പെട്ടു. വളരെ നിസ്സാരമായിട്ടാണ് ആ ബാലൻ ഗോലിയത്തിനെ കൊലപ്പെടുത്തിയത്. റിപ്പോർട്ടഡ് ബൈ അനീറ്റ, ഹെവൻലി ന്യൂസ്. നന്ദി അനീറ്റ. BC 446-ൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പന നൽകി. സീനായി പർവ്വതത്തിൽ വെച്ചായിരുന്നു സംഭവം. ജനം എല്ലാവരും ചേർന്ന് മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുന്നതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസമായിരുന്നു അവർ സീനായി മരുഭൂമിയിൽ എത്തിച്ചേർന്നത്. മോശ എന്ന വ്യക്തിയെ ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ച് നേരിട്ട് തന്നെ 10 കൽപ്പന കൈമാറുകയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും അബിയ ഞങ്ങളോട് ലൈനിൽ ചേരുന്നുണ്ട്. അബിയ, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കൽപ്പനയാണ് ദൈവം മോശയ്ക്ക് നൽകിയിരിക്കുന്നത്? ഹലോ മഹിമ, ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് മോശ എന്ന വ്യക്തിക്ക് ദൈവം നേരിട്ട് കൽപ്പന നൽകുകയായിരുന്നു. ഇവിടെ ജനം മുഴുവനും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇവിടെ ഒരാളോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയായിരുന്നു സംഭവം നടന്നത്? നമ്മളിവിടെ ഒരു 3 ദിവസമായി കാണുമായിരിക്കും കൂടി വന്നിട്ട്. ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ആയിരുന്നു ഈ സംഭവം നടന്നത്. നല്ല ഇടിമുഴക്കവും മിന്നലും അതുപോലെ കാർമേഘവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും അങ്ങോട്ട് പേടിച്ചു പോയി. പിന്നെ അവിടെ മേളിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കുലുക്കവും ഒക്കെ അനുഭവപ്പെട്ടായിരുന്നു ആ സമയത്ത്. മാം, നിങ്ങൾക്ക് ആ കൽപ്പന ഏതാണെന്നറിയാമോ? പിന്നെ അതറിയാലോ കുഞ്ഞെ. ഒന്നാമത്തെ ഞാനില്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്. പിന്നെ ദൈവത്തിന്റെ നാമം വൃദ്ധ എടുക്കരുത്. അത് കഴിഞ്ഞ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. പിന്നെ ആണെങ്കിൽ വരുന്ന കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഏറ്റവും വലുത് കള്ളസാക്ഷി പറയരുത്. അതുപോലെ തന്നെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കളും മോഹിക്കരുത്. ഇത്രയുമായിരുന്നു ആ കൽപ്പന. നന്ദി അബിയ. ഹെവൻലി പാലസിൽ നുഴഞ്ഞു കയറിയത് മുൻ മന്ത്രി ലൂസിഫർ ആയിരുന്നു. അധികാരമോഹം അതിര് കടന്നതിനെ തുടർന്ന് തന്നെ പിരിച്ചുവിടുകയായിരുന്നു. സമർത്ഥനായ രാജാവ് ലൂസിഫറിനെ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. രാജാവിന്റെ അധീനതയിലുള്ള ഒരു രാജ്യം കൈവശമാക്കേണ്ടതിന് അനുവാദം ചോദിക്കാനാണ് താൻ ഇവിടെ കയറി പറ്റിയതെന്നും അതിനു തന്നെ അനുവദിക്കണമെന്നും രാജാവിനോട് അപേക്ഷിച്ചു. ലൂസിഫർ ചോദിച്ച രാജ്യത്തിന്റെ ശക്തി നന്നായി അറിയാമായിരുന്ന രാജാവ് അതിന് അനുവദിക്കുകയും ലൂസിഫറിനെ പരിചയപ്പെടുകയുമാണ് ഉണ്ടായത്.
ഈ ലൂസിഫർ പല രൂപത്തിലും പല ഭാവത്തിലും എവിടെയും കയറിപ്പറ്റുവാൻ കഴിവുള്ള ആളായതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചുകൊള്ളുക. ഇസ്രായേലിന്റെ പുരോഹിതനായ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. ചില ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ഫിലിസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ തോൽവിയും തന്റെ മക്കളായ ഹൊഫ്നിയും ഫിനഹാസും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായ വാർത്താ വിവരം അറിഞ്ഞുകൊണ്ട് 95 വയസ്സുള്ള ഏലി കസാരയിൽ നിന്ന് പുറകിലേക്ക് വീണ് കഴുത്തൊടിഞ്ഞാണ് മരിച്ചത്. പുതിയ ശുശ്രൂഷകനായി പാസ്റ്റർ സാമുവൽ ചാർജ് ഏറ്റെടുക്കുന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രി ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം എരുശലേമിൽ നിന്നും ഗസസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു നിർജ്ജന പ്രദേശത്ത് വെച്ച് ഒരാൾ ഷണ്ണനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി ചില ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ തന്നെ ആരും മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതല്ല എന്നും മന്ത്രി ആവർത്തിച്ചു പറയുന്നു. മറ്റു വാർത്തകളിലേക്ക്. കൗതുക വാർത്തകൾ. സിംഹക്കുഴിയിൽ വീണ ബാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. യഹൂദ വംശജനായ ദാനിയേലാണ് രക്ഷപ്പെട്ടത്. മേദ്യ രാജാവായ ദാരിയാവേഷ് ഭരിച്ച രാജ്യസഭയിൽ വിശ്വസ്തനായി വിളങ്ങിയ ദാനിയേലിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചിരിക്കെ ദാരിയാവേഷ് അല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിപ്പാൻ പാടില്ല എന്ന രാജ്യകൽപ്പന അടിച്ചിറക്കി. തുടർന്ന് ദൈവവിശ്വാസിയായ ദാനിയേൽ രാജാതിരാജാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കണ്ട് പിടിക്കുകയും തുടർന്ന് ദാനിയേലിനെ സിംഹഗുഹയിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. തുടർന്ന് ദൃശ്യങ്ങളിലേക്ക്. ഊമനായി തീർന്ന സക്രിയ സംസാരിച്ചു തുടങ്ങി. അബിയാക്കൂറിൽ സക്രിയ എന്നു പേരുള്ള പുരോഹിതൻ ഇന്ന് രാവിലെ വീണ്ടും സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ 1 വർഷമായി താൻ ഊമനായിരുന്നു. തന്റെ ഭാര്യ ഗർഭിണിയായി മകനെ പ്രസവിച്ചതിനു ശേഷം താൻ സംസാരിക്കും എന്നായിരുന്നു ഗബ്രിയേൽ ദൂതൻ അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെ തന്റെ മകന്റെ പേരിടൽ ചടങ്ങിൽ വെച്ചായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സക്രിയ സംസാരിച്ചു തുടങ്ങിയത്. തന്റെ മകന്റെ പേര് യോഹന്നാൻ എന്നാണ്. കായിക വാർത്തകൾ. മല്ലുപിടുത്തത്തിൽ 1ാം സ്ഥാനം ജേക്കബിന്. യാക്കൂബ് എന്ന സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് നടത്തിയ WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലായിരുന്നു ജേക്കബ് വിജയം കരസ്ഥമാക്കിയത്. തനിക്ക് മത്സരം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ എന്ന് പേര് വീഴുകയും ചെയ്തു. മത്സരത്തിനിടയിൽ തനിക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു എന്നും ഹെവൻലി ന്യൂസിനോട് ജേക്കബ് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. മീൻപിടുത്തത്തിൽ 1ാം സ്ഥാനം നേടി യേശുവിന്റെ ശിഷ്യന്മാർ. ഗലീല ഫിഷേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മീൻപിടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നവരിൽ യേശുവിന്റെ ശിഷ്യന്മാർ 1ാം സ്ഥാനം. 153 ആയിരുന്നു സ്കോർ. എന്നിട്ടും അവരുടെ വല കീറിയില്ല എന്നതായിരുന്നു അതിശയം. കിങ്ഡം ഓഫ് സേറ്റൻ. കിങ്ഡം ഓഫ് സേറ്റനിലെ അവസ്ഥ അതിഗുരുതരം. കിങ്ഡം ഓഫ് സേറ്റനിലെ കാലാവസ്ഥ പറയുന്നതിനായി ധനവാൻ ഞങ്ങളോടൊപ്പം ലൈനിൽ ചേരുന്നു. ധനവാൻ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് ഒന്ന് വിശദീകരിക്കാമോ? മഹിമ, നരകത്തിലെ അവസ്ഥ വളരെ ദയനീയമെന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ചൂട് 100 ഡിഗ്രിക്ക് മേലെയാണ്. ഞാൻ വന്നപ്പോഴത്തേക്കാരും എത്രയോ ഇരട്ടി ചൂടിരിക്കുകയാണ്. ഓരോ നിമിഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇത്രമാത്രം ചൂടുണ്ടായിട്ടും ഇവിടെയുള്ള മൃഗങ്ങളോ ഒന്നും നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ ദിവസവും 100 കണക്കിന് ഫ്ലൈറ്റുകളാണ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതിനായിരക്കണക്കിന് ആൾക്കാർ അതിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ വലിയ വലിയ വ്യക്തികളെന്നും നമ്മൾ വളരെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നവരും അവരാണ് ലോകത്തിലെ വലിയ വലിയ ആൾക്കാരെന്ന് കരുതിക്കൊണ്ടിരുന്ന പലരുമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടവരായിട്ടുള്ളവർ. ഇതിൽ കൂടുതലും മോഷണക്കാർ, പിടിച്ചുപറിക്കാർ, വചനത്തെയോ കൽപ്പനയ്ക്കോ അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കാത്തവർ, ദൈവവചനത്തെ അറിഞ്ഞിട്ടും അതിനെ തള്ളിക്കളഞ്ഞവർ എന്നിവരാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹിമ മാത്രമല്ല, ദൈവവചനത്തെ അറിഞ്ഞ രീതിയിൽ നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ആണ് മഹിമ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെവൻലി ന്യൂസിന് വേണ്ടിയിട്ട് ധനവാൻ. വളരെ നന്ദിയുണ്ട് ധനവാൻ. കിങ്ഡം ഓഫ് സേറ്റൻ തമാശ യോഗ്യം അല്ലാത്ത സ്ഥലമാകിയാൽ അവിടേക്കുള്ള മൈഗ്രേഷൻ ദയവായി നിർത്തണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നു. കിങ്ഡം ഓഫ് ഹെവൻ. കിങ്ഡം ഓഫ് ഹെവനിലെ അവസ്ഥ നമ്മളോട് പറയുന്നതിനായി മിസ്റ്റർ ലാസർ നമ്മളോട് ചേരുന്നു. ലാസർ, എന്താണ് അവിടുത്തെ അവസ്ഥ, വിശദീകരിക്കാമോ? ഹലോ മഹിമ, സ്വർഗത്തിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ അതിമനോഹരമായ ഒരു കാലാവസ്ഥയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. പലയിടങ്ങളിൽ ആനന്ദത്തിന്റെ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു, പലയിടങ്ങളിൽ സന്തോഷത്തിന്റെ കാഹളങ്ങൾ ധ്വനിക്കുന്നു, ഉല്ലാസത്തിന്റെയും ആർപ്പിന്റെയും മഴത്തുള്ളികൾ പലയിടങ്ങളിലായി വീഴുന്നു. ഇതുപോലെ നല്ലൊരു കാലാവസ്ഥ ഭൂമിയിലെങ്ങും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് ചൂടോ അതികഠിനമായ തണുപ്പോ ഇല്ലാത്തൊരു മനോഹരമായ ഒരു കാലാവസ്ഥയാണ്
ഇവിടെ ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ AC-യിൽ ജിൽ ജിൽ എന്ന കുളിർമയായിരിക്കുന്ന പോലെയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹെവൻലി ന്യൂസിന് വേണ്ടി ലാസർ. വളരെ നന്ദിയുണ്ട് ലാസർ. കിങ്ഡം ഓഫ് ഹെവൻ എന്ന സ്ഥലത്തെ പറ്റി വലിയൊരു അറിവില്ലായ്മയാണ് ഇത്ര മനോഹരമായ രാജ്യത്തേക്കുള്ള മൈഗ്രേഷന്റെ അളവ് കുറയാനുള്ള കാരണമെന്ന് മിസ്റ്റർ ലാസറിലൂടെ അറിയാനായി സാധിച്ചു. സ്വർഗത്തിലെ എല്ലാ ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും പണി ഒക്കെ ഏകദേശം തീർന്നിരിക്കുന്നു. ഉടനെ തന്നെ ബുക്കിംഗ് ചെയ്യുന്നവരെ ഇങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും. ഈ ബുക്കിംഗ് എന്നും ഓപ്പൺ ആണ്. സ്വർഗത്തിലെ ഫ്ളാറ്റിംഗ് ബുക്കിംഗിനായും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായും www.bible.com എന്ന ലിങ്കിൽ ബന്ധപ്പെടുക. ഇതോടെ വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.